വളരെ ദാരുണമായ ഒരു സംഭവമാണ് ആയൂർ ടു ഓയൂർ ന്യൂസ് ചടയമംഗലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന സുധീഷ് എന്ന് പറയുന്ന 37 വയസ്സുകാരൻ കലയം സ്വദേശിയാണ്. അദ്ദേഹം കത്തിക്കുത്തിൽ മരണപ്പെട്ട വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ വേറെ 2 പേർക്ക് കൂടി കുത്തേറ്റതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒരു വലിയ സംഘർഷാവസ്ഥ ചടയമംഗലം ജംഗ്ഷനിലുള്ള ബാറിൻ്റെ മുന്നിൽ ഇപ്പോൾ തുടരുന്ന അവസ്ഥയാണ്. ഇവിടെ സംഘം ചേർന്ന് അക്രമം അഴിച്ചുവിടാനുള്ള ഒരു ശ്രമം ഇതിനു മുന്നേ നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ സുധീഷ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കലയം സ്വദേശിയാണ്. ചടയമംഗലം പോരേടം റൂട്ടിലുള്ള കലയം എന്ന് പറയുന്ന സ്ഥലത്ത് താമസക്കാരനായ സുധീഷാണ് ഈ കത്തിക്കുത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. 2 പേരെ വലിയ പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. വലിയ സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ ഏകദേശം പല പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി 100 കണക്കിന് പോലീസുകാർ ഇപ്പോൾ ഈ ബാറിൻ്റെ മുമ്പിൽ തമ്പടിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമൊക്കെ വരുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും ആയൂർ ടു ഓയൂർ ന്യൂസ് റിപ്പോർട്ട്